കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്തൊരു ദിവസം ആയതുകൊണ്ട് തന്നെ ഒന്ന് ഹാലിഫാക്സ് വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ കാഴ്ച പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി. സ്കൂൾ വിടുന്ന സമയമായതുകൊണ്ട് തന്നെ റോഡിൽ സ്കൂൾ ബസ്സും അതുപോലെ ചുറ്റിലും കുട്ടികളും ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. ഇവരെ നമ്മൾ സ്കൂൾ ഗാർഡ്സ് അല്ലെങ്കിൽ ക്രോസിംഗ് ഗാർഡ്സ് എന്നാണ് പറയാ. ഇവർ പോലീസിന്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. രാവിലെയും വൈകുന്നേരങ്ങളിലും കുട്ടികളെ സേഫ് ആയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇവരുടെ ജോലി. ഹാലിഫാക്സ് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇനി ആദ്യം ചിന്തിക്കുക ഫുഡിനെ പറ്റിയിട്ടാണ്. സ്വാഭാവികം. അങ്ങനെ ഞങ്ങൾ ഷെജീലാസിലോട്ടാണ് പോയത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ വരണം. വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് പുട്ടും നൂലുപിട്ടും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഈ ആണ്ടിലും സംക്രാന്തിക്കൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ സ്വാഭാവികമായിട്ട് ബിരിയാണി, കൊത്തു പൊറോട്ട അല്ലെങ്കിൽ റൈസ് ഐറ്റംസിലോട്ടേ കണ്ടുപോകുള്ളൂ. കാരണം നമ്മൾ എന്നും കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ ഏരിയയിൽ എവിടെയെങ്കിലാണ് ഞാൻ താമസിക്കുന്നതെങ്കിൽ അവിടുത്തെ എല്ലാ മെനു ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവുന്ന എപ്പോഴും അവിടെ പോകുമ്പോൾ ഞങ്ങൾ വിചാരിക്കും. എന്തായാലും പതിവ് തെറ്റിക്കാതെ ഇത് മട്ടൻ ബിരിയാണി ഞാൻ കല്യാണച്ചോറും കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് ഐറ്റംസ് പാക്ക് ചെയ്ത് നാളേക്കും ഇന്ന് രാത്രിയും കൂടെ വാങ്ങിക്കുകയും ചെയ്തു. എന്തായാലും വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച സ്ഥിതിക്ക് ഇനി കുറച്ച് നടക്കാനുള്ള വല്ല സ്ഥലങ്ങളുണ്ടോ എന്ന് തപ്പിയപ്പോഴാണ് അവിടെ അടുത്ത് പോയിന്റ് പ്ലസന്റ് പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഋഷിമാർ പോകാത്ത വഴി കൂടെ പോകാന്ന് പറയുന്നത് പണ്ട് തൊട്ടേയും ഇതിന്റെ ഒരു ഹോബിയാണ്. അവിടെ നേരാവണ്ണം കുറെ വഴികളുണ്ടായിരുന്നു. അവിടെ കൂടെ ഒന്നും പോവാൻ വയ്യാണ്ട് അവനിത് ഈ വഴി കൂടെ ഇഞ്ഞ് പോണാണ്ട ഇത് കൂടെ തന്നെ പോണത്രേ. കിതയ്ക്കണു ഞാൻ. അവന് കാണാനില്ല. അവസാനം ആളെ കണ്ടു കിട്ടിയിട്ടുണ്ട്. നേരാവണ്ണുള്ള ഈ വഴി കൂടെ വന്നാല് ഇവിടെ എത്തും. അത് ഓന് പറ്റാതെ ഇത് ഈ പൊമ്പക്കാട്ടിൻ്റെ ഉള്ള നടന്ന് സംഭവം രസമായിരുന്നു. ഒരു നോക്കി ഈ ഒരടി വയ്ക്കുമ്പോൾ ഞാൻ രണ്ടടി വെക്കണം. സാധാരണ വീട്ടിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഫ്രണ്ടിൽ ഓടുന്ന ആളാണ് ഞാൻ. പക്ഷെ മിഥുവിന്റെ കൂടെ ഓടി എത്താൻ എനിക്ക് പറ്റണില്ല. അവന്റെ ഹൈറ്റ് അവനൊരു പ്രിവിലേജ് ആയതുകൊണ്ടാണ്, അല്ലാതെ എനിക്ക് എനർജി ഇല്ലാത്തതുകൊണ്ടല്ല. അങ്ങനെ എന്തായാലും ഒരു സൈറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്നത് എന്താന്ന് വെച്ചാല് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഒരു ഡിഫൻസ് സിസ്റ്റം ആയിരുന്നു ഇത്. നമുക്ക് അവിടുന്ന് നേരെ കാണാൻ പറ്റുന്നത് ഹാലിഫാക്സ് ഹാർബർ ആണ്. അന്ന് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ പ്രധാന താവളമായിട്ടുള്ള ഈ ഹാലിഫാക്സ് തുറമുഖത്തിൽ കൂടെ മറ്റുള്ള രാജ്യങ്ങളുടെ ആക്രമണങ്ങളെ തടയാൻ വേണ്ടി നിർമ്മിച്ച ഒരു സംരക്ഷണ കേന്ദ്രമായിരുന്നു അന്ന് ഈ സ്ഥലം. ഞാനിപ്പോ മേലെന്ന് നേരത്തെ പറഞ്ഞില്ല ഒരു ഹാർബറിനെ പറ്റിയിട്ട്. ആ ഹാർബറാണ് ഇത്. നമ്മൾ അവിടെ നേരെ നടന്ന് താഴോട്ട് ഇറങ്ങി വന്നാൽ നമുക്ക് ഈ ഹാർബർ അടുത്ത് കാണാൻ പറ്റും. അപ്പൊ ഞാൻ മേലെ നിന്ന് കണ്ട സ്ഥലം എന്ന് പറയുന്നത് ഒരു ഹിഡൻ ആയിട്ടുള്ള പ്ലേസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് മേലെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഷിപ്സിനെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ അവിടെ നിന്ന് വരുന്ന ഷിപ്പിന് ഒരിക്കലും ഇങ്ങനെ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയില്ല. നമ്മൾ ഈ കാണുന്ന അന്നത്തെ സെയിലേഴ്സിന്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അവിടെ വരുന്നവരിൽ ഒരു നല്ല ശതമാനം പേരും ഓടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അത്യാവശ്യം അവിടെ തിരിഞ്ഞ് നടന്നതിന് ശേഷം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അതിന് ശേഷം ഒരു ബബിൾ ടീ വാങ്ങിച്ചു, വണ്ടിയിൽ എണ്ണ അടിച്ചു, തിരിച്ച് വീട്ടിൽ പോയി. അത്രയ്ക്കുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.